ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാനിപ്പോൾ ഉള്ളത് ബെൽജിയത്തിലെ ഏറ്റവും മനോഹരമായ നഗരങ്ങളൊന്നായ ബ്രൂജസ് എന്ന സ്ഥലത്താണ്. ബ്രൂജസ് ഇവർ ബ്രൂഷ് എന്ന് പറയും. ഇവിടെ എന്തൊക്കെ കാണാനുള്ളതെന്ന് ചോദിച്ചാൽ മധ്യ കാലഘട്ടത്തിൽ ഏതാണ്ട് 1300-1400 കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ്, പിന്നെ കനാൽസ്, പിന്നെ ഇവിടുത്തെ ഫുഡ്. ഞാനിവിടെ ഒരു ദിവസമാണുള്ളത്, ഇന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇവിടുത്തെ എന്തൊക്കെ കാണാം, എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഹോസ്റ്റലിൽ ചിലവായത് 20 യൂറോ ആണ്. ഹോസ്റ്റലിന് 1 നൈറ്റ് ചാർജ് 20 യൂറോ ആണ്. പക്ഷേ ഫുഡ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് 18 യൂറോ, 18-50 ചിലപ്പോൾ ഞാൻ കയറിയ ഹോട്ടലിൻ്റെ വ്യത്യാസമാവും. ഏതായാലും നോക്കാം. ബ്രൂജസ് യാത്ര തുടങ്ങുന്നത് ഇവിടുത്തെ ഏറ്റവും പഴക്കമുള്ള കെട്ടിടങ്ങളായ ബ്രൂജസ് സിറ്റി ഹാള് മുതലാണ്. ഇതാണ് ബ്രൂജസ് സിറ്റി ഹാള്. ഇവിടുത്തെ സിറ്റിയിലെ ഏറ്റവും പഴക്കമുള്ള കെട്ടിടങ്ങളൊന്നാണ്. 1376 ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയത്. ഗോത്തിക് സ്റ്റൈലിലാണ് കെട്ടിടത്തിൻ്റെ നിർമ്മാണ രീതി. നമുക്ക് അടുത്തത് പോയിട്ട് നോക്കാം. ഉണ്ടാക്കിയ ബിൽഡിങ്ങാണിത്. നോക്കുക, അന്നത്തെ ആൾക്കാരെ കഴിവ്. ഇത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ബിൽഡിങ്ങാണ്. 1376 ബിൽഡിങ്ങാണ്. അതിൻ്റെ അടുത്തുള്ള ബിൽഡിംഗ് തന്നെയാണ് കോർട്ട് ഹാൾ എന്ന് പറഞ്ഞ ഈ ഒരു ബിൽഡിംഗ്. അപ്പോൾ നമ്മൾ ബ്രൂജസ് സിറ്റി ഹാളിലേക്ക് 7 യൂറോ കൊടുത്ത് എൻട്രി ഫീസ് എടുത്താൽ അതിലേക്കും കയറാം, ഇതിലേക്കും കയറാൻ പറ്റും. എല്ലാ ബിൽഡിങ്ങിൻ്റെ മുകളിലും കൊല്ലം എഴുതിയത് 1300, 1400, 1500 ഒക്കെയാണ്. ഇപ്പോഴും ആ ഭംഗി ഒട്ടും ചോരാതെ നല്ല അതേമാതിരി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. എന്ത് ഭംഗിയാരോ, ഭയങ്കര പിക്ചറസ്ക് ആയിട്ടുള്ള ഒരു സിറ്റി. ബിയർ മ്യൂസിയമാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. ഇതാ ഈ ചോപ്പ് ബിൽഡിംഗ് ആണല്ലേ, അത് ബിയർ മ്യൂസിയമാണ്. ഇവിടുത്തെ മ്യൂസിയത്തിലൊക്കെ കയറി പോവുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരാഴ്ച വേണ്ടിയിരുന്നു ഇവിടെ. അത്രത്തോളം മ്യൂസിയങ്ങളുണ്ട് ഇവിടെ, പല ടൈപ്പ് മ്യൂസിയങ്ങൾ. ബെൽഫോർട്ട് അഥവാ ബെൽഫ്രൈ എന്ന് പറഞ്ഞ ബിൽഡിംഗ് ആണിത്. 1242 അതുപോലെ ഉണ്ടാക്കിയത്. അന്നത്തെ ബെൽജിയത്തിലെ ഏറ്റവും ആദ്യത്തെ ബെൽ ടവറാണിത്. 83 മീറ്റർ ഉയരത്തിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. 366 സ്റ്റെപ്പ് ഉണ്ട് മേലേക്ക് കയറാൻ. അന്നത്തെ അതേ നിർമ്മിതിയാണ്, ഇപ്പോഴും മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. ഈ 366 സ്റ്റെപ്പ് കയറാൻ പറ്റുമെങ്കിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ, ഈ ബ്രൂജസ് ടൗണിൻ്റെ ഫുൾ വ്യൂ കിട്ടും. അപ്പം കയറി നോക്കാം. എണ്ണൂറ് കൊല്ലം മുന്നേ 1200 ഉണ്ടാക്കിയ ബെല്ലാണുള്ളത്. ഓക്കെ, പകുതി കയറി കഴിഞ്ഞപ്പോൾ വിചാരിച്ച് കയറേണ്ടില്ലായിരുന്നു. കാരണം ഇത്രയും സ്റ്റീപ്പ് ആയിട്ടുള്ള കയറാൻ തരാൻ പറ്റുന്നില്ല.
ബാക്കിൽ ക്യാമറ ബാഗ് ഉണ്ടായതുകൊണ്ട് അത് സൈഡിൽ തട്ടും ചെയ്യാം. പേടിച്ചാണ് കയറുന്നത്. കുത്തിലുള്ള കയറ്റാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ആൾ വരുന്നുണ്ടെങ്കിൽ കഴിഞ്ഞു കഥ. സ്റ്റെപ്പിന് ഇളക്കുണ്ടാവുമോ എന്നൊരു സംശയമുണ്ട്. എത്തണമില്ലല്ലോ. 360 സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇത്രത്തോളം വിചാരിച്ചില്ല. ടു മച്ച്. ഇത് നേരെ ശൂന്യാകാശത്തേക്കാണ് കയറിപ്പോണം. അവസാനമൊന്നുമില്ലേ. പക്ഷേ ഈ മരത്തിൻ്റെ സ്റ്റെപ്പ് ഓക്കെ 1200 ഉണ്ടാക്കി അതേ സ്റ്റെപ്പ് മാറ്റമൊന്നും വരുത്താതെ ഇപ്പോഴും ഇത് സ്ട്രോങ് ആയിട്ട് നിൽക്കണം. നോക്കി അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് വരാൻ മതിയായിരുന്നു. വന്നാൽ പെട്ടു. കയറാനും ഇറങ്ങാനും ഒരേ സ്റ്റെപ്പാണ്. അത്ര വീതിയില്ലാത്ത സ്റ്റെപ്പാണ്. ഇത് ബെൽറ്റ് ഔട്ടിൻ്റെ പൈച്ചക്കരങ്ങളാണ്. എന്തൊരു മെക്കാനിക്സാണത്. ഒന്നും കൂടി മേലെ കയറാണ്ട് കയറി നോക്കാം. ഇത് നേരമായി വരാൻ ബാക്ക് പാക്ക് ക്യാമറ ബാഗ് പുറത്തുണ്ടായിട്ട് തട്ടന് ഉരുണ്ട് വീണ നേരെ താഴേക്ക് എത്തും. ഇനി മേലെ എന്താണെന്ന് അറിയില്ല. നമുക്ക് കയറി നോക്കട്ടെ. കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. മുകളിലെത്തിക്കഴിഞ്ഞു. വ്യൂ കണ്ട. ഇതാണ് വ്യൂ. ബെല്ലടിച്ച് 1 മിനിറ്റ് കഴിഞ്ഞിട്ടും അതിൻ്റെ മുഴക്കം പോണില്ല. ഓ ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വിയറ്റ്നാം കോളനിയിൽ ഇന്നസെൻ്റ് വീണ് മേലെ സ്റ്റെപ്പ് ഒന്ന് വീണിട്ട് താഴേക്ക് വരുമ്പോൾ പക്ഷേ ഇറക്കാൻ കുഴപ്പമില്ല, പ്രശ്നമില്ല, പെട്ടെന്ന് എത്തണ്ട. സ്റ്റെപ്പൊക്കെ ആൾക്കാർ കയറി 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 ഭയങ്കര മിനുസായിട്ടുണ്ട്. എത്തി സ്ഥലമെത്തി. 366 സ്റ്റെപ്പ് മേലെ കയറി തളർന്നു വയ്യ. പക്ഷേ വ്യൂ അടിപൊളി, ഒന്നും പറയാനില്ല. ഇനി മുന്നോട്ട് നടക്കണമെങ്കിൽ എനർജി വേണം. എനർജി ഒക്കെ കഴിഞ്ഞു. എന്തെങ്കിലും കഴിക്കണം. ബെൽജിയം വാഫിൾ തന്നെ ആക്കിയാലോ എന്ന് ആലോചിക്കണം. ബെൽജിയം വാഫിൾ എവിടെ കിട്ടാൻ നോക്കട്ടെ. ഇപ്പോൾ എവിടെ ഒരു ഷോപ്പ് കണ്ടിരുന്നു കുറച്ച് നേരത്തെ. ഹായ്.
ബെൽജിയം വാഫിൾ കിട്ടി. ഇനി അവിടെ ഇരുന്ന് കഴിക്കട്ടെ. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ മാതിരി ഇവിടെ കുറച്ച് എക്സ്പെൻസീവാണ്. കാരണം ഈ വാഫിളിന് സെയിം വാഫിളിന് ബ്രസൽസിൽ 2.50 ആയിരുന്നു, 2.5 യൂറോ ആയിരുന്നു. ഇവിടെ 4 യൂറോ ആണ്. ബ്രൂജസിലെ മെയിൻ സ്ക്വയറാണത്. എൻ്റെ പേര് കണ്ടോ, മാർക്കറ്റ് എന്നാണ് പറയുക. ഇവിടെ പല കാലഘട്ടങ്ങളിലുള്ള ബിൽഡിങ്ങുകൾ കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 1887 അന്നത്തെ പ്രൊവിഷണൽ ഗവൺമെൻറ്റിൻ്റെ അവരുടെ ഓഫീസ്, അവരുടെ ഭരണം നടത്തിയിരുന്ന ബിൽഡിംഗ് ആയിരുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മാക്സിമിലിയൻ ചക്രവർത്തിയെ ഇവിടുത്തെ ജനങ്ങൾ 11 ആഴ്ച പൂട്ടിയിട്ട ബിൽഡിംഗ്. അവസാനം തുറന്നു വിട്ടത്, ഫ്രീ ചെയ്തത്, ഇവിടുന്ന് ഫോറിൻ ട്രിപ്പുകളെ പിൻവലിക്കാം, ഇവിടുത്തെ ഗവൺമെൻറ് പറയുന്ന മാതിരി കാര്യങ്ങളൊക്കെ ചെയ്യാം, അവർ പറഞ്ഞനുസരിക്കാം എന്നുള്ള ഗ്യാരണ്ടിയിലാണ് പോലും അദ്ദേഹത്തെ ഇവിടുന്ന് പറഞ്ഞയച്ചത്. ഇതാണ് ക്രേനിയൻബർഗ് എന്ന് പറഞ്ഞ ആ ബിൽഡിങ്, മാക്സിമിലിയൻ രാജാവിനെ 11 ആഴ്ച പൂട്ടിയിട്ട ബിൽഡിങ്. ഇപ്പോൾ ഇവിടെ ഫുള്ള് റെസ്റ്റോറൻറ്റുകളാണ്, ഈ ഏരിയ ഫുള്ള് റെസ്റ്റോറൻറ്റുകളാണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റ് സ്ക്വയർ എല്ലാം റെസ്റ്റോറൻറ്റുകളും സൂപ്പർ മാർക്കറ്റുകളൊക്കെയാണ്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇരിക്കാൻ വേണ്ടി ബെഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് റൗണ്ടിൽ, പക്ഷേ അത് ചെയ്ത് വെച്ചിട്ടുണ്ടോ, ആണി കുത്തി വെച്ചിരിക്കുന്നു ഇവിടെ ഫുള്ളായിട്ട്. എന്തിനാ പിന്നെ ബെഞ്ച് ഉണ്ടാക്കി വെച്ചെന്നറിയില്ല, ഫുള്ളായിട്ട് ആണി കുത്തി വെച്ചിട്ടുണ്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടി. എന്താ കാരണം എന്നറിയില്ല. എൻ്റെ സൈഡിൽ കാണുന്നതാണ് ഫിഷ് മാർക്കറ്റ്. ഇത് 1821 ഉണ്ടാക്കിയാണ് പോലും. അന്ന് അതുവരെ ഫിഷ് വിറ്റിരുന്നത് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടുന്ന് ആൾക്കാർ മെഷീൻ്റെ മണക്കായി കംപ്ലൈൻ്റ് ആയപ്പം അവിടുത്തെ അന്നത്തെ രാജാവ് ഇതിങ്ങോട്ടൊരു സ്ഥലത്തേക്ക് മാറ്റി കൊടുത്തതാണ്. അന്നത്തെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആയിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ്. ഇപ്പം ഇവിടെ മീൻ വിൽപ്പന ഇല്ല, അതിന് പകരം ഇതാ ടൂറിസ്റ്റുകൾക്കുള്ള സാധനങ്ങൾ കാണാൻ വെക്കുന്നത്. എൻ്റെ പിറകെ കാണുന്ന ആ സ്വർണത്തിൻ്റെ ആ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ച ആ ഒരു ചാപ്പലാണ് ബസിലിക്ക ഓഫ് ഹോളി ബ്ലഡ്. ബസിലിക്ക ഓഫ് ഹോളി ബ്ലഡ് എന്ന് വിളിക്കാൻ കാരണം 1149 ഒരാൾ ക്രിസ്തുവിൻ്റെ സെക്കൻഡ് ക്രൂസൈഡ് കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ഒരു ചെറിയ കുപ്പിയിലാക്കി കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് പോലും. എല്ലാ കൊല്ലവും മെയ് മാസം ഇവർ ആ ബ്ലഡ് കുപ്പി എടുത്തിട്ട് ഈ ബ്രൂജസ് ടൗൺ ഫുള്ളായിട്ട് ആഘോഷമായിട്ട് കൊണ്ടു നടന്ന് ആഘോഷിക്കാറുണ്ട്. ഇതാണ് ബസിലിക്ക ഓഫ് ഹോളി ബ്ലഡ്, കണ്ടില്ലേ? നെതർലാൻഡ്സിൽ കണ്ട സെയിം ഷേപ്പുള്ള ബിൽഡിംഗ് ഉണ്ട്. മേലെ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഉള്ള ബിൽഡിങ്ങുകളാണ്. നെതർലാൻഡ്സ് ആയിരുന്നു ഇവിടെ ആദ്യം ഭരിച്ചിരുന്നത്. അവരടുത്ത് നിന്നാണ് ബെൽജിയത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. എൻ്റെ പിറകെ കാണുന്നതാണ് സെൻറ്റ് സാൽവത്തോർ കത്തീഡ്രൽ. യൂറോപ്പിൽ തന്നെ ഏറ്റവും പഴയ ഒരു പാരിഷ് ചർച്ചാണുള്ളത്. 1836 ഇത് കത്തീഡ്രലായിട്ട് മാറ്റി.
എൻ്റെ പുറകിലുള്ള ഈ ചർച്ചാണ് ചർച്ച് ഓഫ് അവർ ലേഡി. ബെൽജിയത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ചർച്ച് ടവറാണിത്. 112 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഒരുപാട് ആർട്ട് വർക്കുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. മൈക്കിൾ ആഞ്ചലോയുടെ വെർജിൻ ആൻഡ് ചൈൽഡ് എന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായൊരു ഒരു വർക്ക് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അത് കാണാനാണ് ആൾക്കാർ മിക്കവാറും അതിൻ്റെ ഉള്ളിൽ പോകുന്നത്. പക്ഷേ ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്. സിറ്റിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റുമാതിരി കെട്ടിയുണ്ടാക്കിയിട്ട് അതിൻ്റെ ചുറ്റുഭാഗം ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഇത്ര ആൾ കൂടിയിരിക്കും കാരണം എന്ന് വെച്ച് പോയി നോക്കുമ്പോൾ അവിടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു എക്സ്കവേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയി നോക്കിയപ്പോൾ ഒരുപാട് സ്കെൽറ്റനുകളൊക്കെ ഒരു കൂട്ടിയിട്ട മാതിരി, ഡെഡ് ബോഡീസ് കൂട്ടിയിട്ട് ചെയ്ത മാതിരി ഒരുപാട് സ്കെൽറ്റൺ ഞാൻ കാണിച്ചു തരാം. കനാലിലൂടെ ഒരു ബോട്ട് യാത്ര നടത്തത് ബ്രൂജസ് യാത്ര പൂർത്തിയായതല്ല. നൂറ്റാണ്ട് പഴക്കമുള്ള കെട്ടിടങ്ങളും ബ്രിഡ്ജസുകളും ഒരുപാട് ബ്രിഡ്ജസ് ഉണ്ട് ഇവിടെ. ആ ബ്രിഡ്ജസൊക്കെ ബോട്ടിൽ നിന്നുള്ള ആ ഒരു വ്യൂ ഡിഫറെൻ്റ് തന്നെ ആവും. അപ്പോൾ ബോട്ടിന് ഡെക്ക് എവിടെയുള്ളതെന്ന് നോക്കട്ടെ. ഒരു 3-4 ഡെക്ക് ഞാൻ കണ്ടിരുന്നു പോകുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ബ്രൂജസ്. 24 മണിക്കൂർ അവിടെ ഉണ്ടായുള്ളൂ. 24 മണിക്കൂർ കൊണ്ട് ഈ സിറ്റി ഏകദേശം കണ്ടു തീർത്തു. ബെൽജിയം വരികയാണെങ്കിൽ നിർബന്ധമായും ബ്രസൽസ് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ബ്രൂജസ്. അതിമനോഹരമായ സ്ഥലമാണ്. ഒരുപാട് പിക്ചറസ്കായ ബിൽഡിങ്ങുകളും കനാൽസും സീനറികളും അടിപൊളിയാണ്, മസ്റ്റ് സീ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.